പാർലമെന്റിൽ സുരക്ഷാ വീഴ്ച. റെയിൽ ഭവന്റെ ഭാഗത്തെ മതിൽ ഒരാൾ ചാടിക്കടന്നു. UP സ്വദേശിയാണ്. ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നും പോലീസ് അറിയിക്കുകയുണ്ടായി. ഇതിനോടനുബന്ധിച്ച് മറ്റൊരാളെ കൂടി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റിന്റെ റെയിൽ ഭവന് മുന്നിലുള്ള മതിലാണ് ഈ കാണുന്നത്. ഇത് കടന്നാണ് രാവിലെ 6:30-ക്ക് ഒരാൾ അകത്തേക്ക് കടന്നത്. അതായത് വലിയ സുരക്ഷാ വീഴ്ച പാർലമെൻറ്റിൽ സംഭവിച്ചത്. നമുക്കിവിടെ കാണാം കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരത്തിൽ വലിഞ്ഞു കയറിയാണ് ഇയാൾക്ക് മതിൽ ചാടിക്കടക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ കഴിയില്ല, അത്രത്തോളം പൊക്കമുണ്ട്. നോക്കൂ, ഉപകരണങ്ങളുടെ ഒന്നും സഹായമില്ലാതെ ഈ ഇത്രയും ഉയരമുള്ള മതിൽ, അത് ഒരാളെ സംബന്ധിച്ച് അങ്ങനെ എളുപ്പത്തിൽ ചാടിക്കടക്കുക എളുപ്പമല്ല. അകത്തേക്ക് കടന്നയാൾ ഗരുദ്വാർ വരെ, അതായത് ഈ മതിൽ ചാടി കടന്നു കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് മുന്നിലോട്ട് പോയാൽ മതി, ഗരുദ്വാർ എത്തും. അവിടെ വരെ ഇയാൾ എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കാണുന്നതും പിടിച്ചുകൊണ്ടു പോകുന്നതും. രാവിലെ 6:30 സമയം. താരതമ്യേന ഇവിടെ ഉണ്ടാകുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. പിന്നീടാണ് കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ വരിക. എന്തായാലും അകത്തെത്തിയ അയാളെ CASF-ഉം CRPF-ഉം പാർലമെൻറ്റ് സെക്യൂരിറ്റി ചേർന്ന് തന്നെയാണ് പിടികൂടിയത്. പിന്നീട് പാർലമെൻറ്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെയാണ് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം അവസാനിച്ചത്. അതുകൊണ്ട് ഇന്ന് സഭാ നടപടികളോ MP-മാരോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇയാളുടെ ഉദ്ദേശം, ഇയാൾ എവിടെ നിന്ന് വന്നു, ഇയാൾ ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി പോലീസ് വ്യക്തമാക്കുന്നതേ ഉള്ളൂ, അതായത് പുറത്ത് വിടുന്നതേ ഉള്ളൂ. ഈ പരിസരമൊക്കെ സാധാരണ രീതിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടാകുന്ന സ്ഥലമാണ്. എന്നിട്ട് പോലും അയാൾക്കത് കടക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു സുരക്ഷാ വീഴ്ച തന്നെയാണ്. ഡൽഹിയിൽ പാർലമെൻറ്റിന് മുന്നിൽ നിന്നും ജഗദീഷ് വിഷ്ണുവൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.